ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 312. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 29. ഇതിലെ പരാമർശ വിഷയം കൃതത്തെ പറ്റിയാണ്. കൃതം എന്ന് പറയുമ്പോൾ നെയ്യ് എന്നാണ് അർത്ഥമാക്കുന്നത്. നെയ്യ് എന്ന് പറയുമ്പോൾ പശു നെയ്യാണെങ്കിലും ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ചികിത്സയിൽ പലതരം കൃതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നെയ്യ് മാത്രമല്ല, നെയ്യും പലതരം സസ്യങ്ങളുടെ നീരുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ പഞ്ചഗവ്യം എന്നെല്ലാം പറയുന്നതെല്ലാം അത്തരത്തിൽപ്പെടുന്നതാണ്. അപ്പം പല മൃഗങ്ങളുടെയും അത് വരുന്നുണ്ട്. അതുവരെ സസ്യങ്ങളുടെ നീരുകൾ, പല മൃഗങ്ങളുടെയും പാലിൽ നിന്നെല്ലാം എടുക്കുന്ന നെയ്യ്, അതുപോലെ തന്നെ സസ്യങ്ങൾ. അപ്പോൾ ഇതിനെ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത്തരം പല നെയ്യുകൾ ഇന്ന് ആയുർവേദത്തിലെ ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമായിട്ട് ഈ മന്ത്രത്തെ കാണും. അതിൻ്റെ പ്രാധാന്യം, അത്തരം നെയ്കളുടെ പ്രാധാന്യം പൊതുവെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നെയ്യിനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പൊതുവെ കൃതം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ മന്ത്രത്തിലേക്ക് ആദ്യം ഒന്ന് ചെന്ന് നോക്കാം, എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 29. ഋഷി, മേധാതിഥി, ദേവത, അഗ്നി, വിഷ്ണു, ഛന്ദസ്, തൃഷ്ടുപ്പ്. അഗ്നാ വിഷ്ണു മഹി തത് വാം മഹിത്വം പാധോ കൃതസ്യ ഗുഹ്യസ്യ നാമ ദമേ ദമേ സപ്തരത്നാ ദധാനൗ പ്രതിവാം ജിഹ്വാ കൃതമാചരണ്യാത് അഗ്നാ വിഷ്ണു മഹിധാമ പ്രിയം വാം വീധോ കൃതസ്യ ഗുഹ്യാ ജുഷാണൗ ദമേ ദമേ സുഷ്ടുത്യാ വാവൃധാനൗ പ്രതി വാം ജിഹ്വാകൃതമുച്ചരണ്യാത്. ഭാവാർത്ഥം: അഗ്നിയും വിഷ്ണുവും രഹസ്യമായി നമ്മുടെ കൃതത്തെ പാനം ചെയ്ത് അവരുടെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ പശുക്കൾ, കുതിരകൾ മുതലായ 7 വിധ മൃഗരത്നങ്ങളെ ധരിക്കുന്നവരാണ്. നിങ്ങൾ ഇവ പാനം ചെയ്ത് എല്ലാ ഗ്രഹങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. അതിനാൽ നിങ്ങൾ ഈ കൃതത്തെ സന്തോഷത്തോടെ പാനം ചെയ്യുക. അഗ്നിയും വിഷ്ണുവും രഹസ്യമായി നമ്മുടെ കൃതത്തെ പാനം ചെയ്ത് അവരുടെ കീർത്തി വർദ്ധിപ്പിക്കും. അപ്പൊ ഈ കൃതത്തിൽ എന്തുണ്ട്? ഇത് പാനം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരുടെ കഴിവ് പ്രകടമാക്കുകയാണ്. അപ്പം നെയ്യിലൂടെ പ്രകടമാകുന്ന ഒന്ന് അഗ്നിയാണ്. അഗ്നി എന്നത് ഊർജമാണ്. നമ്മുടെ ശരീരത്തിന് ഉന്മേഷം, ഊർജമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന നെയ്കളുണ്ട്. ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്ന നെയ്കളുണ്ട്. അപ്പം ആ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതെല്ലാം. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനല്ല. അപ്പം അതിലെല്ലാം ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഊർജം തന്നെയാണ്, എനർജി, ശക്തി കിട്ടാനുള്ള. പിന്നെ വിഷ്ണു എന്ന് പറയുമ്പോൾ ഇവിടെ സംരക്ഷണമാണ്. അല്ലാതെ വിഷ്ണു അതിൻ്റെ അകത്ത് ഇരിക്കുന്നു എന്നുള്ള നിലയിലൊന്നും എടുത്തേക്കരുത്. സംരക്ഷണം, നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നിട്ട് അത് വിഷ്ണുവാണല്ലോ സംരക്ഷിക്കുന്നത്. അപ്പം ഈ നെയ്യിലൂട്ട് നമ്മുടെ സംരക്ഷണം, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി, നമ്മുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ രോഗാണുക്കളൊന്നും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്, അതിനെല്ലാം രോഗപ്രതിരോധ ശക്തി എന്നെല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വസ്തുവും കൂടിയാണ് ഈ കൃതം. അല്ല, രഹസ്യമായിട്ടാണ് നടക്കുന്നത്. രഹസ്യമായി നമ്മളുടെ കൃതത്തെ പാനം ചെയ്ത് അവരുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതാണ്, നമ്മളറിയാതെ. അല്ലാതെ ഒരു രോഗത്തിനുള്ള മരുന്ന് മാതിരിയല്ല.
ഇപ്പോൾ ഒരു രോഗത്തിനുള്ള മരുന്നാണെങ്കിൽ കുടിക്കുമ്പോൾ തന്നെ ആ രോഗം മാറിക്കിട്ടും. പക്ഷേ നെയ്യ് കഴിച്ചാൽ രോഗം ഒരു ലക്ഷണമൊന്നുമല്ല മാറുന്നത്, നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെല്ലാം അങ്ങനെ വർദ്ധിച്ചു കൊണ്ടുവരും. അപ്പോഴത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണുന്ന തരത്തിലല്ല, അത് സ്ഥിരമായി കുറേ കാലം കഴിക്കണം. അപ്പം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി എല്ലാം വർദ്ധിക്കും, നമുക്ക് ഉന്മേഷം കൂടുതൽ കിട്ടും. അപ്പം പ്രതിരോധം വിഷ്ണു എന്ന പേരിലും ആ ഊർജം പ്രസരിപ്പ് അതെല്ലാം അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് പശുക്കൾ, കുതിരകൾ മുതലായ 7 വിധ മൃഗരത്നങ്ങളെ ധരിക്കുന്നവരാണ്. ഈ നെയ്യ് എന്ന് പറയുന്നത് പലതരം മൃഗങ്ങളിൽ, പശുവിൽ നിന്ന്, കുതിരകളിൽ നിന്ന് എല്ലാം എടുക്കുന്നതിന് പണ്ടേ ഒരു സിനിമയിൽ, അയ്യപ്പൻ്റെ സിനിമയിൽ പുലിപ്പാല് വേണമെന്നല്ലേ പറഞ്ഞു, രോഗം മാറാൻ വേണ്ടിയിട്ട് പുലിയുടെ പാല് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പശുവിൻ്റെ പാല് കിട്ടുന്ന നെയ്യ് മാത്രമല്ല, കൃതമുണ്ടാക്കാൻ പലതരം ജീവജാലങ്ങളിൽ നിന്ന് കിട്ടുന്ന പാലുമെല്ലാം എടുത്തിട്ടാണ് ഈ നെയ്യ് ഉണ്ടാക്കുന്നത്, പല മൃഗങ്ങളിൽ നിന്ന്. അതുകൊണ്ടാണ് 7 തരം കാറ്റഗറി, എല്ലാം 7, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം 7ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 7 തരം മൃഗങ്ങളിൽ നിന്നാണ് 7 വ്യത്യസ്ത തരങ്ങളിലുള്ള മൃഗങ്ങളുടെ നെയ്യിൽ നിന്നെല്ലാണ് ഇതുണ്ടാക്കുന്നത്. അതിൽ ചെടികളുടെ നീരുകളും എല്ലാം അവർ അതിനനുസരിച്ച് ചേർക്കും. അപ്പം പശു, കുതിര മുതലായ 7 വിധ മൃഗരത്നങ്ങളെ ധരിക്കുന്നവരാണ്. അത്തരം പലതരം മൃഗങ്ങളിൽ നിന്നാണ് ഈ കൃതമെല്ലാം ഉണ്ടാക്കുന്നത്. ഇനിയോ, നിങ്ങൾ ഇവ പാനം ചെയ്ത് എല്ലാ ഗ്രഹങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ്. ഇത് പാനം ചെയ്തു കഴിഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ പാനം ചെയ്യുന്നത് അഗ്നിയും വിഷ്ണു, രോഗപ്രതിരോധ ശക്തി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എല്ലാ ഗൃഹത്തിലും അഭിവൃദ്ധി ഉണ്ടാക്കും. അപ്പം വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും തന്നെ സംരക്ഷണത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് കൃതം. സാധാരണ പണ്ട് കാലത്തുള്ള ഈ നെയ്യെല്ലാം കൊടുക്കുന്ന പരിപാടിയുണ്ട്, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യമാകുമ്പോഴേ കൊടുക്കുന്നുള്ളൂ. സാധാരണ ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് മാതിരി രോഗത്തിന് മാത്രം മരുന്ന് കൊടുത്ത് വിടുക എന്നൊരു അവസ്ഥയിലേക്ക് ആയുർവേദം എത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, അതിന് ഘട്ടം ഘട്ടമായിട്ട് അവസാനം രോഗമെല്ലാം മാറിക്കഴിഞ്ഞാൽ നെയ്യ് സേവിക്കുന്ന ഒരു പരിപാടിയെല്ലാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത് ഇനി രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തിക്ക് വേണ്ടിയാണ് ഇത് അധികവും കഴിക്കുന്നത്. രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ രോഗം രണ്ടാമത് വരാതിരിക്കാനുള്ള ഒരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ശക്തി, രോഗപ്രതിരോധ ശക്തിയെല്ലാം ഉണ്ടാക്കാനാണ് നെയ്യ്. ആ തരത്തിലാണ് ഇവിടെ ഇത്. അതുകൊണ്ടാണ് വിഷ്ണുവിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞത്. അതാരാണ് പാനം ചെയ്യുന്നത്? വിഷ്ണുവും അഗ്നിയും പാനം ചെയ്തിട്ട് നമുക്ക് ആ കഴിവ് ധരിക്കുകയാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ പാനം ചെയ്താലും വയറ്റുന്ന അതാരാണ് എടുക്കുന്നത്? ഊർജവും അഗ്നിയും പ്രതിരോധ ശക്തി നൽകുന്ന ആ സിസ്റ്റമെല്ലാണത് എടുക്കുന്നത്. അതുകൊണ്ട് അതോട് പറയുകയാണ്, നിങ്ങൾ ഈ ഘൃതത്തെ സന്തോഷത്തോടെ പാനം ചെയ്യുക. സന്തോഷത്തോടെ പാനം ചെയ്യിക്ക് എന്തായിരിക്കണം? വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, ശാസ്ത്രവിധിപ്രകാരം ഉണ്ടാക്കിയ ഘൃതമായിരിക്കണം. കാരണം നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയാൽ സന്തോഷത്തോടെ പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ സന്തോഷം പറ്റിക്ക് എന്ത് വേണം? ആ പറഞ്ഞിരിക്കുന്ന തരത്തിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ എങ്ങനെയും ഉണ്ടാക്കിയിട്ടായാൽ ആ ഗുണം കിട്ടില്ല. അതല്ലെങ്കിൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുണ്ടാക്കുന്നതും ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശുദ്ധമായ സാധനങ്ങളിൽ നിന്ന് ശരിയായ ആ പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന തരത്തിലുള്ള നെയ്യ് പ്രിപ്പയർ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കെന്തുണ്ട്? രോഗത്തിനെതിരായുള്ള പ്രതിരോധ ശക്തി വർദ്ധിക്കും. നമ്മുടെ സംരക്ഷണം ഒരു പരിധി വരെ അതെന്ന് പറയുമ്പോൾ ഇവിടെ വിഷ്ണുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംരക്ഷണം വിഷ്ണു നോക്കിക്കൊള്ളും.